വിളക്കുകൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. മത്തായി 5:15. ദക്ഷിണ ഏഷ്യയിലെ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രാജ്യമാണ് നേപ്പാൾ. 240 വർഷക്കാലത്തോളം രാജാവിൻ്റെയും രാജഭരണത്തിൻ്റെയും കീഴിലായിരുന്ന നേപ്പാൾ 2008 മെയ് മാസം 8-ാം തീയതിയാണ് ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രാജ്യമായിട്ട് മാറിയത്. ഈ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ ഹിമാലയൻ റീജിയൻ എന്നറിയപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രതലമാണ്. ഈ പ്രദേശത്തെക്കുറിച്ച് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ 8 കൊടുമുടികൾ ഈ നേപ്പാൾ രാജ്യത്തിലാണ്. അതിനുശേഷം വരുന്നത് മിഡിൽ ഹിൽ ഏരിയയാണ്, അതായത് മലമ്പ്രദേശമാണ്, പക്ഷേ എന്നാൽ ഹിമാലയം പോലെ അത്ര ഉയർന്ന മലമ്പ്രദേശമല്ല, എന്നാൽ താമസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിന് താഴെ ആണ് വരുന്നത് സമതല പ്രദേശം എന്ന് പറയുന്നത്. ഈ സമതല പ്രദേശത്തിൻ്റെ പ്രത്യേകത, ഈ നേപ്പാൾ രാജ്യത്തിലെ ഭൂപ്രകൃതിയിൽ 40% വനഭൂമിയും അതുപോലെ തന്നെ മലമ്പ്രദേശങ്ങളുമാണ്. നേപ്പാളിൻ്റെ ഈ ഭൂമി പ്രദേശത്തിൽ വെറും 20% മാത്രമാണ് കൃഷിയോഗ്യമായിട്ടുള്ള പ്രദേശങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കും എത്രത്തോളം ദാരിദ്ര്യം ഈ കൊച്ചു രാജ്യത്തെ ഗ്രസിച്ചിട്ടുണ്ടെന്നുള്ളത്. ഈ നേപ്പാളിലെ ജനസംഖ്യയിൽ 1/4 ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ജീവിതത്തിൽ നേപ്പാളി 150 രൂപ പോലും സമ്പാദിക്കാനായിട്ട് സാധിക്കാത്ത ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ കണക്കിൽ പറഞ്ഞാൽ 90 രൂപയോളം പോലും സ്വന്തമായിട്ട് സമ്പാദിക്കാനായിട്ട് സാധിക്കാത്ത 25% ജനസംഖ്യ നേപ്പാളിലുണ്ട്. നമുക്ക് നമ്മുടെ നാടുമായിട്ടൊക്കെ തുലനം ചെയ്യുമ്പോൾ നേപ്പാളിലെ ദാരിദ്ര്യം എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ വീണ്ടും നേപ്പാളിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ മതത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പറഞ്ഞാൽ 80% ആളുകളും ഹൈന്ദവ മതവിശ്വാസികളാണ്. എട്ട് ശതമാനം മാത്രമാണ് ബുദ്ധിസ്റ്റ് വിശ്വാസികളായിട്ടുള്ള ആളുകളുള്ളത്. ബാക്കി 12% ജൈന മതക്കാരും ക്രിസ്ത്യൻ മതക്കാരും അതുപോലെ തന്നെ ഇസ്ലാം മതക്കാരും ഉൾപ്പെടുന്ന ജനസമൂഹങ്ങളാണ്. നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ മതവിശ്വാസം അതുകൊണ്ട് വളരെ പ്രശസ്തമായ ഒത്തിരിയേറെ ക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂമിയാണ് നേപ്പാൾ. ഹിന്ദുമതം ആഴത്തിൽ വേരൂന്നിയ ഒരു മണ്ണുകൂടിയാണ് നേപ്പാളിൻ്റേത്. അതിനാൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾ ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിന് നേപ്പാളിൽ പതിവായി എത്തിച്ചേരുന്നു.
അതുപോലെ തന്നെ ഒത്തിരിയേറെ സഞ്ചാര കേന്ദ്രങ്ങൾ ഈ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒത്തിരിയേറെ വിദേശികൾ നേപ്പാൾ സന്ദർശിക്കാനായിട്ട് വരാറുണ്ട്. ഒരുപക്ഷെ നേപ്പാളിൻ്റെ ഒരു വരുമാന മാർഗം തന്നെ ഈ വിദേശികളുടെ വരവും ഈ ടൂറിസവും ഒക്കെയാണ്. വളരെ വശ്യമനോഹരമായ പ്രകൃതി രമണീയമായിട്ടുള്ള ഒത്തിരിയേറെ കാഴ്ചകൾ, ഒത്തിരിയേറെ മലനിരകൾ, അതുപോലെ തന്നെ മറ്റ് ഒത്തിരിയേറെ ആകർഷണീയമായിട്ടുള്ള ഹൃദയവർജകമായിട്ടുള്ള ഒത്തിരിയേറെ സ്ഥലങ്ങൾ നമുക്ക് നേപ്പാളിൽ കാണാനായിട്ടും സന്ദർശിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ആത്മീയതയും ടൂറിസവും ഇടകലർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. അതിനാൽ തന്നെ നേപ്പാളിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇവ രണ്ടിലും വേരൂന്നിയതാണ്. എന്നിരുന്നാൽ കൂടി മലയുടെ ചെരുവുകളിൽ വസിക്കുന്ന ആദിവാസി ഗോത്രങ്ങളുടെയും സമതലങ്ങളിൽ വസിക്കുന്ന കർഷകരുടെയും പ്രധാന വരുമാനമാർഗം കൃഷി തന്നെയാണ്. മഴയും മണ്ണിടിച്ചിലും കൃഷിയെ സാരമായി ബാധിക്കുമ്പോൾ അവർക്കൊരു കൈത്താങ്ങ് നൽകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് പലപ്പോഴും കഴിയാറില്ല. അവിടെയാണ് തങ്ങളാലാകും വിധം ഇവരെ സഹായിക്കാൻ CST സഭയിലെ അച്ഛന്മാർ മുന്നിട്ടിറങ്ങുന്നത്. നമ്മുടെ ശുശ്രൂഷ ആവശ്യമുള്ള ഒത്തിരിയേറെ പാവപ്പെട്ട ജനങ്ങൾ ഈ നേപ്പാളിലുണ്ട്. വിദ്യാഭ്യാസ മേഖലകളിലും സാമൂഹിക പ്രവർത്തന രംഗങ്ങളിലും അങ്ങനെ ഒക്കെയായി ഒത്തിരിയേറെ സാധ്യതകൾ നമുക്ക് ജോലി ചെയ്യാനായിട്ട് നേപ്പാളിലുണ്ട്. അപ്പോൾ വൈദികരെയും അതുപോലെ തന്നെ വൈദിക വിദ്യാർത്ഥികളെയും അതുപോലെ ഇനിയും വൈദികരായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെയൊക്കെ ഈ നേപ്പാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഷാലോം ടെലിവിഷന്റെ ഇന്നത്തെ യാത്രയോടൊപ്പം അഭിവന്യ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവ് കൂടി ചേരുന്നുണ്ട്. CST സഭയിലെ അച്ഛന്മാരുടെ പ്രവർത്തനങ്ങൾ നേരിട്ടറിയുന്നതിനും അവരോടൊപ്പം 2 ദിവസം ചെലവഴിക്കുന്നതിനുമാണ് പിതാവ് നേപ്പാളിലെ ചിറ്റവൻ ജില്ലയിലുള്ള നവോദയ സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. തുടർന്നുള്ള യാത്രയെക്കുറിച്ച് ഫാദർ ബിബിൻ പിതാവിനെ വിവരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തുള്ള സിസ്റ്റേഴ്സിനോടും കുട്ടികളോടും യാത്ര പറഞ്ഞ് പിതാവ് തൻ്റെ യാത്ര ആരംഭിച്ചു. നവോദയ സ്കൂളും കഴിഞ്ഞ് വിശാലമായ കൃഷിയിടങ്ങളിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നേപ്പാളിൽ കൃഷി ചെയ്തു വരുന്നത് നെൽകൃഷി തന്നെയാണ്. അരിഭക്ഷണം കഴിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. നവോദയ സ്കൂളിനെയും പുറകിലാക്കി യാത്ര പ്രധാന പാതയിൽ എത്തിയിരിക്കുന്നു. ഏതൊരു ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേതിനും സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഈ യാത്രയിലും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നാരായൺഘട്ടിന് അടുത്തുള്ള ടാഡിയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും 15 മിനിറ്റോളം യാത്ര തുടർന്നാൽ പർസ എന്ന സിറ്റിയിൽ എത്തിച്ചേരാൻ കഴിയും. ചെറിയ ചെറിയ പെട്ടികൾ അടുക്കി വച്ചിരിക്കുന്നത് പോലുള്ള വീടുകളാണ് പ്രധാനമായും കാണാൻ സാധിക്കുന്നത്. നേപ്പാളിലെ ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രധാന പാതയുടെ ഇരുവശവും വൃത്തിഹീനമായാണ് കാണപ്പെടുന്നത്. ടൂറിസവും അതിനോട് അനുബന്ധിച്ച മേഖലകളിലുമായാണ് സമതലങ്ങളിൽ വസിക്കുന്നവർ ഭൂരിപക്ഷവും ജോലി ചെയ്തു പോരുന്നത്. നേപ്പാളിലെ നിരത്തുകളിൽ അധികവും കാണപ്പെടുന്നത് ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളാണ്. നേപ്പാളിൽ നിന്ന് കരമാർഗം ചെന്നെത്താൻ കഴിയുന്ന ഏറ്റവും അടുത്ത രാജ്യവും ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലും മറ്റ് പ്രകൃതിവാതകങ്ങളും അസംസ്കൃത വസ്തുക്കളും വാഹനങ്ങളുമെല്ലാം ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് നേപ്പാളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. ചെറുതും വലുതുമായ വീടുകളും ഇടയ്ക്ക് കാണപ്പെടുന്ന കൃഷിസ്ഥലങ്ങളും പിന്നിട്ട് ഞങ്ങൾ പർസ എന്ന ടൗൺ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയും കാലി വളർത്തലും
ചെറുകിട കച്ചവടവും ചെയ്ത് സാധാരണക്കാർ അന്നന്നു വേണ്ട വക കണ്ടെത്തുന്ന നാടുകൂടിയാണ് നേപ്പാൾ. റോഡിലൂടെ അധികവും കാണപ്പെടുന്നത് ട്രക്കുകളാണ്. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന അസംസ്കൃത വസ്തുക്കളും മറ്റ് ഉപഭോഗ വസ്തുക്കളുമാണ് ട്രക്കുകൾ വഴി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ബിപിൻ അച്ഛൻ വാഹനം റോഡിന്റെ ഒരു വശം ചേർത്ത് നിർത്തി. പരിപ്പ് പാക്ക് ചെയ്യുന്നതിന് ആവശ്യമായ പ്ലാസ്റ്റിക് കവർ എടുക്കാൻ മറന്നിരിക്കുന്നു. തൊട്ടടുത്ത കടയിൽ കയറി ഒരു പാക്കറ്റ് കവർ കൂടി വാങ്ങിയാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. ഞങ്ങളുടെ വാഹനത്തിന്റെ മുൻ സീറ്റിലായി ഫാദർ മൈക്കിൾ ചിറയത്ത് ഇരിപ്പുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് മിഷൻ പ്രവർത്തനങ്ങൾക്കായി നേപ്പാളിന്റെ ഈ ഭൂമിയിലെത്തിയപ്പോൾ ഈ മണ്ണിൽ യാത്രാ സൗകര്യങ്ങൾ നന്നേ കുറവായിരുന്നു എന്ന് അച്ഛൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ പരിവാർ കോട്ട് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ്. റാപ്തി 2 ഗാവ് പാലിക്കയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് പരിവാർ കോട്ട്. രാഷ്ട്രംഗ് 6 ചേർന്നാണ് പരിവാർ കോട്ട് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മഖ്വാൻപൂർ ജില്ലയ്ക്കും ചിറ്റവൻ ജില്ലയ്ക്കും ഇടയിലുള്ള അതിർത്തിയിലാണ് പരിവാർ കോട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഈ 2 ജില്ലകളിലുമായാണ് പരിവാർ കോട്ട് ഗ്രാമം ചിതറിക്കിടക്കുന്നത്. ലോത്തർ ടൗൺ എത്തുന്നതിന് മുമ്പേ ഞങ്ങളുടെ വാഹനം ഇടത്തോട്ട് തിരിഞ്ഞു. ഞങ്ങളുടെ യാത്ര ഗ്രാമങ്ങൾ പിന്നിട്ട് വനമേഖലയിൽ എത്തിയിരിക്കുന്നു. നേപ്പാളിൽ ഇടതൂർന്ന വനപ്രദേശങ്ങൾ വളരെ വിരളമാണ്. മലയെ ചുറ്റിത്തിരിഞ്ഞ് ഒരു വലിയ പാമ്പിനെ കണക്ക് പാത നീണ്ടുകിടക്കുന്നു. യാത്ര ദുർഘടം പിടിച്ച വഴികളിലൂടെ ആയിരിക്കുന്നു. ഈ നാട്ടിലെ മണ്ണിന്റെ ഘടന വളരെ മൃദു ആയതിനാൽ മണ്ണിടിച്ചിൽ എല്ലാ സമയത്തും ഇവിടെ സംഭവിക്കാറുണ്ട്. തഴക്കം വന്ന ഒരു ഡ്രൈവറെ പോലെ മഞ്ജുഷച്ചൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നു. കയറ്റം കൂടിക്കൂടി വരുന്നു. ഒരു നേർത്ത രേഖയായി വഴി മുന്നിലേക്ക് നീണ്ടുകിടക്കുന്നു. കാടും മലകളും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും കടന്ന് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. തൊട്ടുപുറകിലായി റോബിനച്ചൻ ഓടിക്കുന്ന വാഹനത്തിലാണ് പിതാവ് യാത്ര ചെയ്യുന്നത്. പണ്ടെന്നോ ടാർ ചെയ്തതിൻ്റെ ശേഷിപ്പുകളായി മെറ്റലുകൾ വഴിനീളെ കാണപ്പെടുന്നുണ്ട്. ഒടുവിൽ ഞങ്ങൾ റാപ്തി 2 ഗാവ് പാലികയിൽ ഉൾപ്പെടുന്ന പരിവാർ കോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. കുന്നുകളും മലകളും താണ്ടി കേരളത്തിൽ നിന്നുള്ള ഒരു പിതാവ് നേപ്പാളിൻ്റെ മലഞ്ചെരുവുകളിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പേ അരിയുമായി വന്ന വാഹനം ഇവിടെ കിടപ്പുണ്ട്. വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ പാടെ പിതാവ് കുട്ടികളുമായി സൗഹൃദ സംഭാഷണം നടത്തി. ഇവിടെ ഗ്രാമീണർക്കുള്ള അരി വിതരണത്തിനായുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിതാവ് ഗ്രാമീണരുമായി സംസാരിക്കുന്നു. CST സഭയിലെ മിഷൻ ഡയറക്ടറായ റോബിനച്ചനാണ് ഗ്രാമീണർക്കും പിതാവിനുമിടയിലുള്ള ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിതാവിന് ചുറ്റുമായി ഗ്രാമീണർ ക്ഷമയോടെ അരി വിതരണം തുടങ്ങുന്നതിനായി കാത്തുനിൽപ്പുണ്ട്.
അരി വാങ്ങാൻ വന്ന ഒരു കൊച്ചുകുട്ടിയുമായി പിതാവ് സംസാരിക്കുന്നു. ഒടുവിൽ ഞങ്ങൾ എല്ലാവരും കാത്തുനിന്ന നേപ്പാളിലെ മുൻ MP ഗോവിന്ദ ചപ്പാങ് എത്തിച്ചേർന്നിരിക്കുന്നു. ഏറെ സരസനായ അദ്ദേഹം പിതാവിനെ സ്വീകരിക്കാൻ നേപ്പാളി തൊപ്പിയുമായാണ് വന്നിരിക്കുന്നത്. താൻ കൊണ്ടുവന്നിരിക്കുന്ന തൊപ്പി ബിപിനച്ഛന് കാണിച്ചു കൊടുക്കുന്നു. അരി വിതരണം ആരംഭിക്കാറായി. കേരളത്തിൽ നിന്ന് എത്തിച്ചേർന്ന എല്ലാവരുടെയും പേരുകൾ ബിപിനച്ഛൻ ഗാവ് പാലിക്കയിലെ സോഷ്യൽ വർക്കർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഗ്രാമീണർ എന്ത് ഭക്ഷിച്ചു എന്ന് പിതാവ് തിരക്കുന്നു. ഇവിടെ ചിലർ പിതാവിനെ സ്വീകരിക്കാൻ പൂക്കളുമായാണ് വന്നിരിക്കുന്നത്. ഒരു നേപ്പാളി ഗാനം പാടാമോ എന്ന് പിതാവ് ഗ്രാമീണ സ്ത്രീകളോട് ചോദിച്ചു. അതിന് മുന്നൊരുക്കമായി പിതാവ് കൈയടിച്ചെങ്കിലും പാടാനുള്ള ധൈര്യം ആ കൂട്ടത്തിലെ ആർക്കും ഇല്ലായിരുന്നു. കാര്യപരിപാടി ആരംഭിക്കാറായി. ബിപിനച്ഛൻ എല്ലാവരെയും ക്രമപ്പെടുത്തി നിർത്തുന്നു. നേപ്പാളി ഭാഷയിലെ സ്വാഗത പ്രസംഗം ആരംഭിച്ചു. നേപ്പാളിൽ എത്തിച്ചേർന്ന ഞങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന വിശേഷപ്പെട്ട അതിഥിയായ പിതാവിനാണ് ആദ്യമായി സ്വാഗതം പറഞ്ഞത്. कहरको कारणले गर्दाखेरि हामीहरूको बिचमा सहयोगको लागि थोरै भए पनि राहतको व्यवस्थापन धेरै अगाडि दिनदेखि नै धेरै ठाउँमा चाहिँ कार्यक्रम गर्दै आएको यो पुष्प समाज, यो लिटल फ्लावर जुन नवोदय स्कुल मार्फत हाम्रो सिङ्गो इन्डियाको जुन केरलाको टिम फादरज्यूहरू, त्यसै गरी यो कार्यक्रमको विशेष गरी केरलाबाट पाल्नुभएको हामीहरूको मन र मुटुमा टाढा ठाउँमा बसेर बस्न सफल हुनुभएको आज हाम्रो बिचमा आउनुभएको छ। हाम्रो एकदम महान मनका धनी महान व्यक्तित्व जुन एकदमै मनको विचार लिएर हामीहरूको दुःख कष्टलाई यहाँ चाहिँ आपूर्ति गर्नको लागि आउनुभएको केरलाबाट आउनुभएको बिशप रेमी जेउस फादर ज्यूलाई एकदम ठुलो मान्छे हुनुहुन्छ। उहाँ चाहिँ केरलाको यो संस्थाकै ठुलो मान्छे हुनुहुन्छ। उहाँ चाहिँ आजको यो प्रमुख अतिथिको आसन ग्रहण गरिदिनु अनुरोध गर्न चाहन्छु। म उहाँ ठुलो मान्छे हुनुहुन्छ। അതിഥികളെ ഏറെ സ്നേഹിക്കുന്നവരാണ് നേപ്പാളികൾ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയായ പിതാവിന് തൊപ്പി അണിയിച്ചുകൊണ്ട് മുൻ MP ഗോവിന്ദ് ചപ്പാങ് സ്വാഗതമോദി. തൊപ്പിക്കു പിന്നാലെ വെന്തിപ്പൂ കോർത്തിണക്കിയ മാലയണിയിച്ചത് ഗോവിന്ദ് ചപ്പാങ്ങിന്റെ മകളാണ്. തുടർന്ന് സ്വാഗതമോദിയത് മൈക്കിൾ ചിറയത്തച്ഛനാണ്. റോബിൻ അച്ഛന് സ്വാഗതമോദി മുൻ MP അച്ഛനെ ആലിംഗനം ചെയ്തു. മാലയും ഷാളുമെല്ലാം അണിയിച്ച് അവർ ഷാലോമിനും സ്വാഗതമോദി. സ്വാഗത പ്രസംഗത്തിന് ശേഷം പിതാവ് പരിവാർ കോട്ടിലെ ഗ്രാമീണരോട് സംസാരിച്ചു. റോബിൻ അച്ഛനാണ് ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്തത്. അങ്ങനെ നേപ്പാളിന്റെ മലനിരകളിൽ നിന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളും ഇതുപോലെ വെസ്റ്റേൺ ഘട്ടിന്റെ മലയുടെ മുകളിലുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇതുപോലെ ഇതേപോലെ തന്നെ വനവും നല്ല പ്രദേശങ്ങളും ഉരുൾപൊട്ടലും മഴയും ഇതേ അന്തരീക്ഷവും എല്ലാം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും ഉണ്ട്.
हाम्रो नेपालको जस्तै हाम्रो केरलामा पनि यस्तै पनि बाढी पनि आइरहेको छ, कहिले पहाड पनि छ, कस्तै खालको फरेस्टहरू हुन्छ, जङ्गलहरू छ। त्यसै भन्नु हाम्रो केरलाको अनि नेपालको सँगसँगै मिल्छ भनेर भनिरहेको छ। ഇവിടെ എത്തിയപ്പോൾ കേരളത്തിൽ എത്തിയ പോലെ ഞങ്ങളുടെ സ്വന്തം പ്രദേശത്ത് എത്തിയ പോലെയുള്ള നല്ല ഒരു അനുഭവമാണ് ഉള്ളത്. हामी त पुग्दाखेरि हाम्रो केरलाको गाउँमा हाम्रो गाउँमा प्रवेश गरे जस्तै हामीले त्यो फिलिङ आइरहेको छ। ഇവിടെ ഈ വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ കൊച്ചു ത്രേസ്യയുടെ നാമത്തിലുള്ള ഈ സന്യാസ സമൂഹം വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്യുന്നത് അറിയുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണുള്ളത്. हाम्रो नेपाल लिटिल फ्लावर संस्थाले राम्रो काम गरिरहेको छ भनेर थाहा पाएको कारणले हामी त्यसैमा एकदम खुसी छौँ। സുവിശേഷത്തിൽ ഒരു കഥയുണ്ട്, അത് ഈശോ പറഞ്ഞ കഥയാണ്, നല്ല സമറിയക്കാരൻ്റെ കഥയാണ്. हाम्रो बाइबलमा एउटा कहानी छ, कहानीमा यसै भन्छ एउटा राम्रो छिमेकी बन्नको लागि बनेको छ। വഴിയിൽ മുറിവേറ്റ് മരിക്കുവാനായി കിടന്നൊരു മനുഷ്യനെ ഒരാൾ സംരക്ഷിക്കുകയാണ്. എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിൽ ചികിത്സയെല്ലാം നൽകി ആവശ്യമായിട്ടുള്ള സംരക്ഷണം എല്ലാം നൽകി. അവനാണ് യഥാർത്ഥ അയൽക്കാരനെന്ന് ഈശോ പഠിപ്പിച്ചു. राम्रो छिमेकीको कहानीमा यसरी भन्छ, एकजना मान्छे बाटोमा कसैले सबैले छोडेर गएको अनि सबैले अरू मान्छेले लुटेर लगेको अनि यही मान्छेले लिएर राम्रो छिमेकी उसले लिएर हस्पिटलमा लिएर गएको, उसले देखभाल गरेको। അതിനുശേഷം ഈശോ എല്ലാവരോടും ആയി പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. त्यसपछि हाम्रो प्रभु येशूले भनेको छ, तिमीहरू पनि त्यसै गर, एक अर्कोलाई सेवा गर भनेर भनिरहेको छ। ഈ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ ഇവിടെ ആയിരിക്കുന്നത് ആ വലിയൊരു സന്ദേശം പ്രാവർത്തികമാക്കുകയാണ്. हाम्रो नेपाल लिटिल फ्लावर संस्थाको फादरहरू यही सन्देश बोकेर आएको, अरूको राम्रो छिमेकी भन्ने त्यही सन्देश बाइबलको सन्देश बोकेर यो एरियामा काम गरिरहेको छ। ഇവർ ചെയ്യുന്ന ആ പ്രവൃത്തി ഏറ്റവും ഭംഗിയായി ഇവരോടൊപ്പം ചേരുവാൻ ഞാൻ ഇവിടെ വരുവാൻ എനിക്ക് വലിയൊരു ഭാഗ്യമായി. यो फादरहरूसँगै काम गरेर यही हेर्नको लागि, यही ठाउँमा आउनको लागि म एकदम खुसी छु। ഇനിയും നിങ്ങളോടൊപ്പം ചേരാൻ ഞാൻ ഇനിയും വരും. നിങ്ങളും അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ വൈദികരിലൂടെ അനുഭവിക്കുന്നത്. म फेरि पनि आउँछु, तपाईँहरूलाई भेट्ने आउँछु अनि तपाईँहरू हाम्रो परमेश्वरको प्रेम हामीले त देखेर फेरि आउँछु। നിങ്ങളും അതുപോലെ തന്നെ പരസ്പരം സ്നേഹിച്ച് ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെക്കുക. अनि तपाईँहरू पनि यसरी हामीले गरेको राम्रो काम जस्तै तपाईँहरू पनि एक अर्कोलाई प्रेम गर। ഈ പാവപ്പെട്ട ജനങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിലുമൊക്കെ ഒത്തിരി അപ്പുറത്താണ് നേപ്പാളിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും മലഞ്ചെരുവുകളിൽ താമസിക്കുന്ന ആളുകൾ വളരെ പാവപ്പെട്ട ആളുകളാണ്. സാധാരണ ജീവിതത്തിൽ പട്ടിണി കൊണ്ട് ഒരുപാട് ദിവസങ്ങൾ തള്ളി നീക്കാനായിട്ട് പലപ്പോഴും അവർ നിർബന്ധിതരാകാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കഴിഞ്ഞ ഏകദേശം 4-5 മാസക്കാലത്തെ ഞങ്ങളുടെ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന പങ്ക് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചത്. അതായത് ഏകദേശം 9,000-ഓളം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ട ചപ്പാങ് എന്നറിയപ്പെടുന്ന ആദിവാസി ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ CSTHമാർ കഴിഞ്ഞ 58 ദിവസങ്ങളായിട്ട് അരി, അതുപോലെ തന്നെ അവർക്ക് കറി വെക്കുവാനായിട്ട് പരിപ്പ്, അങ്ങനെ മറ്റു സാധനങ്ങളൊക്കെ സംവിധാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടെത്തിച്ച് അവർക്ക് വിതരണം ചെയ്തു. ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജവും ഓജസ്സും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക.